everyone, welcome back to Kavitha's Sugar and Spice. ഇന്ന് നമ്മൾ ഒന്നും കുക്ക് ചെയ്യാനല്ല കേട്ടോ പോണത്, പകരം നമ്മുടെ ഓട്ട് സാധനങ്ങൾ, പൂജാ സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എങ്ങനെ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള കുറച്ച് സാധനം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഈ മെത്തേഡ് എന്ന് പറയുന്നത് എൻ്റെ അമ്മമ്മയൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു മെത്തേഡാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെ ചെയ്യാം. ഇതൊക്കെയാണ് ഞാൻ വൃത്തിയാക്കാൻ പോണ പൂജാ സാധനങ്ങൾ. അപ്പോൾ ഇതിൻ്റെ വിളക്കിൻ്റെ തലയൊക്കെ ഊരിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വലിയൊരു പാത്രം വേണ്ടി വരും ഇതൊക്കെ പൊള്ളിക്കാനായിട്ട്. പിന്നെ കരിഞ്ഞ തിരി, എണ്ണ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് അതിൽ വെള്ളം ഇട്ടിട്ട് ഇത് ഏകദേശം ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി ഇതിൽ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മുടെ വിളക്കും സാധനങ്ങളൊക്കെ ഇടാം. സ്റ്റീൽ പാത്രമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അലൂമിനിയം പാത്രം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് കവർ ചെയ്യുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തിളയ്ക്കാനായിട്ട് വയ്ക്കും. അത് വെള്ളം ഇതിനെ കവർ ചെയ്യുന്ന വിധത്തിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാൻ പോവാണ് കേട്ടോ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു. നമുക്കിനി ഇത് ഈ വെള്ളം, ചൂടുവെള്ളം കളയാം. അതിൻ്റെ മുന്നേ ഇത് എങ്ങനെയുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യാം. കണ്ടോ, നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് തന്നെ അതിൻ്റെ തിളക്കം കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഈ വെള്ളം, ചൂടുവെള്ളം മാറ്റിയിട്ട് ചെക്ക് ചെയ്യാം. ഇപ്പോൾ വെറുതെ ഒന്ന് റിൻസ് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വെറുതെ ഇങ്ങനെ സോപ്പൊന്നും ഇല്ലാതെ ഈ സ്പഞ്ച് കൊണ്ടൊന്ന് വെറുതെ ഇങ്ങനെ കഴുകിയെടുക്കാം. തിളങ്ങണുണ്ടോ? അല്ല, ഇനിയിപ്പം നല്ല എന്താ പറയുക, എണ്ണയുടെയൊക്കെ വല്ലാത്ത കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റീൽ ബോൾ ഇട്ടിട്ട് ജെൻറ്റിലായിട്ട് വരയ്ക്കാം. നിർബന്ധമില്ല, സ്പഞ്ച് കൊണ്ട് തന്നെ പോകേണ്ടതാണ്. അപ്പോൾ ഞാനിതൊന്ന് റിൻസ് ചെയ്തിട്ട് മാറ്റി വയ്ക്കട്ടെ. ഇനി ഇതിനെ നന്നായിട്ട് ഒരു കോട്ടൺ ടവൽ എടുത്തിട്ട് നമുക്ക് തുടച്ച് നീറ്റാക്കാം. എങ്ങനെയുണ്ട്? ഷൈനിങ് നന്നായിട്ടില്ലേ? അങ്ങനെ യാതൊരുവിധ കെമിക്കൽസ് ഉപയോഗിക്കാതെ നമ്മുടെ പൂജാ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലത്തെ എല്ലാ ബ്രാസ് സാധനങ്ങളും ക്ലീൻ ചെയ്യാം. ഞാനിപ്പോൾ ഇതേ വിളക്കിൻ്റെ തലയൊക്കെ തിരിച്ചിട്ടു. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ ബൈ.